ഹായ് ഹലോ, സുമൺ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീഫ് ഫ്രൈ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു 1/2 kg ബീഫ് ഉണ്ട്. നന്നായി അത് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിന് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്, ഉളുമ്പ് മണമുണ്ട്. അപ്പോൾ നന്നായി വൃത്തിയാക്കി ഇതിനൊരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. കുറച്ച് സോൾട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബ്ലഡ് സ്റ്റെയിനും ഉളുമ്പ് മണമൊക്കെ പെട്ടെന്ന് മാറും. ഉപ്പ് മാത്രമല്ല, വേണമെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം. ഈ മീനൊക്കെ കഴുകുമ്പോൾ, നമ്മൾ കഷ്ണം മീനൊക്കെ കഴുകുമ്പോൾ വിനാഗിരി ഉപയോഗിച്ച് ശകലം വിനാഗിരി ഇട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കറി വെക്കുമ്പം ആ കഷ്ണം ഉടഞ്ഞു പോവാതെ ബലമായിട്ടിരിക്കാനും ആ ഉളുമ്പ് മണം മാറാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വാലാൻ വെച്ചു. അങ്ങനെ വെള്ളം വാർന്നു പോയ ഈ ഒരു ബീഫ് കുക്കറിനകത്തേക്ക് ഇട്ടു. ഇതിലേക്ക് പൊടി ഐറ്റംസ് ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്, നമ്മൾ ആദ്യം ബീഫ് വേവിക്കുകയാണ്, സെപ്പറേറ്റ് വേവിക്കുകയാണ്, അതിനുശേഷമാണ് ഫ്രൈ ആക്കുന്നത്. അപ്പം കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ പൊടിച്ചതായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടത്. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി ഇടാം, നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയുമാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീഫിനകത്തു നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ എല്ലാ മസാല ഉണ്ടല്ലോ അത് എല്ലാ കഷ്ണങ്ങളിലും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസിലേക്ക് വെക്കാം. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് തുറന്നു വെച്ചിട്ടാണ് വേവിക്കുന്നത്. കാരണം വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പം തുറന്നു വെച്ച് വേവിക്കുന്നതല്ല, ഒന്ന് തിളപ്പിക്കുകയാണ്. അതിനുശേഷം കുക്കർ അടയ്ക്കുക, വിസിൽ വെക്കുക, കുക്കർ അടച്ച് വെക്കുക. ഒരു 4 വിസിലാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ബീഫ് വെന്തതിന് ശേഷം നമ്മൾ കുക്കർ മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ചേരുവകളാണ് നമുക്ക് ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട്: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് അരച്ചത്, തേങ്ങാക്കൊത്ത്, സവാള, പിന്നെ മസാലക്കൂട്ട്. അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, സ്റ്റാർ ഇത്ര ഇട്ടത് ഫ്രൈ ആവുക. ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് നമ്മൾ അങ്ങ് മൂപ്പിച്ചെടുക്കുന്നില്ല, അതിൻ്റെ ആ ഒരു പച്ചമണം കളയുന്നിടം വരെ ഒന്ന് ഇളക്കുക. കാരണം നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്നത് ഓൾറെഡി അത് ഫ്രൈ ആയിക്കോളും. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, പച്ചമുളക് അരച്ചതും ഇടുക. ഇതൊക്കെ നമ്മൾ എരിവ് അനുസരിച്ച് വേണം കേട്ടോ. ഇനി നമ്മൾ പെരിഞ്ചീരകം ഇടുക. പെരിഞ്ചീരകം നമ്മൾ ആദ്യം ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇട്ട് നമ്മൾ ആ മൂപ്പിക്കുമ്പം ഈ പെരിഞ്ചീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് പെരിഞ്ചീരകം ഇടുന്നത്. അതിനുശേഷം കറിവേപ്പില ഇടുക. ഇതിൻ്റെ എല്ലാം പച്ചമണം പോയതിന് ശേഷം നമ്മൾ സവാള ഇട്ട് വഴട്ടുക. സവാള ഒരു 2 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നന്നായി വഴണ്ട പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ട സവാളയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ വെള്ളം അങ്ങനെ ചേർക്കുന്നില്ല, ബീഫിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്യാം. വീണ്ടും മിക്സ്. അങ്ങനെ വെള്ളം പറ്റുന്നിടം വരെയും മിക്സ് ചെയ്ത് ചെയ്യാം. ഇപ്പം നമ്മൾ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ടും പിന്നെ ഇതിൻ്റെ കളറ് മാറാൻ വേണ്ടിയിട്ടുമാണ്. നന്നായി കറുത്ത് വരണമെന്നുണ്ടെങ്കിൽ, ഫ്രൈ നന്നായി കറുത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് ഈ രീതിയിൽ ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ. ഇപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനൊപ്പം ചോറിനൊപ്പം കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, വീണ്ടും കാണാം.